അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم. يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഈ സംസാരത്തിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് വിശ്വാസികളായ നമ്മൾ. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ അനുകൂലമോ പ്രതികൂലമോ എന്ന് പരിഗണിക്കാതെ തന്നെ ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം കരസ്ഥമാക്കുന്നതിന്, സാക്ഷാത്കരിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ യാത്ര ചെയ്യേണ്ടവരാണ് നമ്മൾ. എന്നാൽ ശാശ്വതമായ ജീവിതത്തെ സംതൃപ്തകരവും സന്തോഷകരവുമാക്കി തീർക്കുക എന്ന ജീവിത ലക്ഷ്യത്തിന്, ആ യഥാർത്ഥമായ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിച്ചു കളയുന്ന ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സന്താനങ്ങൾ. ശരിക്കും നമ്മളൊരാലോചനയ്ക്ക് വിധേയമാവുകയാണെങ്കിൽ ഏതെല്ലാം തലത്തിൽ നമുക്ക് ശക്തിയും ഊർജവും ഉണ്ടോ അതിൻ്റെയൊക്കെ വലിയൊരു ശതമാനം നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഒരായുഷ്കാലം നമ്മൾ സമ്പാദിച്ച സമ്പത്തിൻ്റെ ഏറ്റവും വലിയൊരു വിഹിതം ആർക്ക് വേണ്ടി നീക്കി വെച്ചു എന്ന് ചോദിച്ചാൽ മക്കളുള്ളവർക്ക് പറയാനുള്ളത് മക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ മനസ്സ് അനുഭവിച്ച ആശങ്കകളും വേദനകളും വിഷമങ്ങളും ആരെക്കുറിച്ചായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ വലിയൊരളവ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ചിന്തയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചു തീർത്ത സമയത്തിൻ്റെ ആയുസ്സിൻ്റെ വലിയൊരു ഭാഗവും നമ്മുടെ സന്താനങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി, അവരുടെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി, അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്.
ഇത്രയും അധികം ഊർജവും സമയവും അധ്വാനവും മാനസിക പ്രയാസവും നമ്മൾ സഹിച്ച നമ്മുടെ മക്കൾ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ അവർ നമുക്ക് ലാഭകരമായി തീരും, അവർക്ക് വേണ്ടി ചെലവഴിച്ച സമയവും അധ്വാനവും പണവുമെല്ലാം നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന് അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്ന ഒരവസ്ഥ ഇല്ലാതെ വന്നാൽ എന്തുമാത്രം ഭയാനകമായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ അവസാനം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏറ്റവും ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ അവർക്ക് വേണ്ടി ജീവിക്കുവാൻ ആരംഭിക്കുമ്പോൾ, അവർക്ക് വേണ്ടി നമ്മുടേതെല്ലാം നൽകുവാൻ ആരംഭിക്കുമ്പോൾ മക്കളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് ഏറ്റവും പ്രധാനം. രണ്ട് രൂപത്തിൽ മക്കളെ കാണുന്നവരുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്കാണ് സീനത്താണ് മക്കൾ. സീനത്ത് എന്ന് പറഞ്ഞാൽ അലങ്കാരം, ഒരു ചൊറുക്ക്. തന്റെ മക്കളെ മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ഇതാരുടെ മകനാണ് എന്ന് ചോദിക്കുമ്പോൾ അതെന്റെ മകനാണെന്ന് പറയുവാൻ മാത്രം ഭംഗിയും അലങ്കാരവുമുള്ള ഒരു വസ്തുവായി മക്കളെ കാണുന്നവരുണ്ട്. അവരിൽ നിന്ന് തനിക്കെന്ത് ഉപകാരം കിട്ടുന്നു, തനിക്കെന്ത് പ്രയോജനം ലഭിക്കുന്നു എന്നവർ ചിന്തിക്കുന്നേയില്ല. മറ്റുള്ള ലോക ജനതയ്ക്ക് മുമ്പിൽ തന്റെ മകനാണെന്ന് അഭിമാനത്തോടുകൂടെ പറയാവുന്ന ഒരു നിലവാരത്തിലേക്ക് തന്റെ മകൻ ഉയർന്നു കാണണമെന്ന് മാത്രമാണ്. സഹോദരങ്ങൾ, ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഈ അലങ്കാര വസ്തുവിൽ, ഈ സീനത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായ ലക്ഷ്യങ്ങളെ നമ്മൾ പണയം വെക്കണം. നമ്മുടെ ജീവിതത്തിൽ മരണത്തിന് മുമ്പ് നമ്മൾ ആർജിച്ചെടുക്കേണ്ട യഥാർത്ഥമായ പരലോകത്തെ വിജയം നമുക്ക് നേടുവാൻ നമ്മുടെ മക്കൾ തടസ്സമായി തീരുന്ന ഒരവസ്ഥ എന്തുമാത്രം ഭയാനകമാണ്. നമ്മുടെ ജീവിതത്തിന്റെ സമാപനമായി ആളുകൾ നമ്മെ പൊതിഞ്ഞു കൊണ്ടുപോയി നമ്മുടെ കബറിടങ്ങളിലേക്ക് എത്തിക്കും വരെയും ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കാത്ത വിധം മക്കളാൽ അശ്രദ്ധയിൽ അകപ്പെട്ടവരെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അൽഹാകുമുത്തകാതുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അൽഹാകുമുത്തകാതുർ, പരസ്പരം പെരുമ നടിക്കൽ അവർ അശ്രദ്ധമാക്കി. എന്താണ് സഹോദരങ്ങളെ പെരുമ നടിക്കൽ? മറ്റുള്ളവരെ അപേക്ഷിച്ച് തന്റെ സ്വത്തും തന്റെ സന്താനങ്ങളും തന്റെ ജീവിത സൗകര്യങ്ങളും മറ്റുള്ളവർക്ക് മുകളിൽ മികവായി കാണിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിന് വേണ്ടി ജീവിതം തുലച്ചവർ. വീടെന്തിനാണ്? താമസിക്കാൻ. പക്ഷെ ചില ആളുകൾക്ക് വീട് താമസിക്കുവാനല്ല, തന്റെ വീട്ടുമുമ്പിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളിലുള്ളവർ അത്ഭുതത്തോടുകൂടെ തുറിച്ചു നോക്കുന്ന ഒരലങ്കാര വസ്തുവായി തന്റെ വീടുകളെ ഭൂമിയിൽ പ്രതിഷ്ഠിക്കണമെന്ന് ചിന്തിക്കുന്നവർ ജീവിതത്തിൽ നിന്ന് സമ്പാദിച്ചതിന്റെ ലക്ഷക്കണക്കിന് രൂപകൾ ഈ ഒരു അഭിപ്രായ സ്വരൂപണത്തിന് വേണ്ടി, മറ്റുള്ളവരെക്കാളും തന്റെ വീട് മികവുറ്റതാണെന്ന് പറയിപ്പിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവർക്കിടയിൽ തന്റെ വീടിനൊരു ജനസമ്മതി നേടുന്നതിന് വേണ്ടി ആയുസ് തുലച്ച എത്ര പേരുകളുണ്ട്. എന്നതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ മക്കളും. തന്റെ മക്കൾ മറ്റുള്ളവരെക്കാളും മികച്ചവരാണെന്ന പേര് കിട്ടുവാൻ വേണ്ടി തന്റെ മക്കളെ കുറിച്ച് എവിടെയും അഭിമാനത്തോടുകൂടെ, അഹങ്കാരത്തോടുകൂടെ, പെരുമയോടുകൂടെ സംസാരിക്കുന്നതിന് വേണ്ടി മാത്രം മക്കളെ വളർത്തുന്നവർ, അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അൽഹാകുമുത്തകാതുർ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. ഈ അശ്രദ്ധ ഏതുവരെ തുടരും? ഹത്താ സുർതുമുൽ മഖാബിർ, നമ്മുടെ ജീവിതത്തിന്റെ സമാപനത്തിൽ നമ്മുടെ ചുടലക്കളങ്ങളിൽ, സെമിത്തേരികളിൽ, ഖബർസ്ഥാനിൽ കൊണ്ടുപോയി വെക്കുന്നത് വരെ ഈ അലങ്കാര വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിന്റെ അധ്വാനവും സമയവും കവർന്നെടുത്ത് ഒന്നുമില്ലാത്തവരായി, ഒന്നും നേടാത്തവരായി നമ്മുടെ ജീവിതത്തെ അവസാനിപ്പിച്ചു വിടുമെന്നാണ് പറയുന്നത്. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. മനസ്സിലാവുന്നതാണ്. ഈ അശ്രദ്ധകളിൽ, ഈ സീനത്തുകളിൽ, ഈ അലങ്കാരങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് ജീവിതം നഷ്ടപ്പെട്ടവർക്ക് ആലോചന വരുന്ന ഒരു സമയമുണ്ട്. മനസ്സിലാവും. എപ്പോ മനസ്സിലാകും? ഈ അലങ്കാരങ്ങളെ കണ്ടാസ്വദിക്കുമ്പോൾ മനസ്സിലാവൂല. അശ്രദ്ധരായി ജീവിതത്തെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ മനസ്സിലാവൂല. പിന്നെയോ ജീവിതം അവസാനിക്കാൻ തുടങ്ങുമ്പോൾ ലതറവുന്നൽ ജഹീം, ഭയാനകമായ നരകം കൺമുമ്പിൽ വന്നു നിൽക്കുമ്പോൾ, ജീവിതത്തിന്റെ സമയത്തെക്കുറിച്ചും അധ്വാനത്തെക്കുറിച്ചും ആലോചിക്കുമ്പോൾ വേണ്ടതിന് സമയം ചെലവഴിച്ചില്ലല്ലോ, വേണ്ടതിന് പണം ചെലവഴിച്ചില്ലല്ലോ,
ഈ ജീവിതത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ കൈകാര്യം ചെയ്തില്ലല്ലോ എന്ന് ആലോചിക്കുന്ന ഒരു സമയമുണ്ട്. അന്നേ സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ജീവിതത്തിൽ തന്ന മുഴുവൻ സമ്പത്തും മുഴുവൻ സൗകര്യങ്ങളെയും അവിടെ വെച്ച് ചോദിക്കുമ്പോൾ അത് പെരുമ നടിക്കാനും മറ്റുള്ളവർക്ക് അവരുടെ അഹങ്കാരം പറയാനും അലങ്കാരമാക്കാനും ഉപയോഗിച്ചവർ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് ഖേദിക്കുന്ന ഒരു സമയം, നാളെ റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയാൻ കഴിയാതെ വിലപിക്കുന്ന ഒരു സമയം വരാനുണ്ട്. അപ്പൊ മനസ്സിലാവുന്നതാണ് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നു, നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് പങ്കെടുക്കുമ്പോൾ സൂറത്തുൽ മുനാഫിഖൂനിലെ ആയത്ത് ഓതിക്കൊണ്ട് പള്ളിയിൽ നിന്നുകൊണ്ട് വെള്ളിയാഴ്ച ഇമാമ് നമ്മൾ ഓർമ്മപ്പെടുത്താറുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് ഫമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നമ്മളെ തന്നെയാണ് വിളിക്കുന്നത്, വിശ്വാസമുള്ളവരെയാണ് വിളിക്കുന്നത്. ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും, നിങ്ങളുടെ സമ്പത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. ജീവിതത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യത്തിൽ നിന്ന്, പരലോകത്തിലെ സ്വർഗ സാക്ഷാത്കാരത്തിൽ നിന്ന് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സമ്പത്തോ നിങ്ങൾ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. فَمَنْ يَفْعَلْ ذَلِكَ فَأُولَئِكَ هُمُ الْخَاسِرُونَ. മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോയവർ, യഥാർത്ഥമായ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് അശ്രദ്ധമായി പോയവർ, ഉലൈക ഹുമുൽ ഖാസിറൂൻ, ജീവിതത്തെ നഷ്ടപ്പെടുത്തിയവർ അവർ തന്നെയാകുന്നു. ജീവിതത്തെയും ആയുസ്സിനെയും പണത്തെയും ഒക്കെ നഷ്ടപ്പെടുത്തി സ്വത്തിനും മക്കൾക്കും വേണ്ടി ജീവിച്ചവർ നാളെ പരലോകത്ത് കഷ്ടപ്പെടും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഈ ഒരു അശ്രദ്ധയിൽ നിന്ന് നമ്മൾ ഉണരണം. നമുക്ക് മക്കളെ പോറ്റണം, നമുക്ക് സമ്പത്ത് വേണം, നമുക്ക് സൗകര്യങ്ങൾ വേണം, എല്ലാം വേണം. പക്ഷേ ഇവിടെ എല്ലാം നമ്മളെ നയിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യബോധത്തെ നമ്മൾ വിസ്മരിക്കാതിരിക്കുക. ഞാനും നിങ്ങളും ഒറ്റക്ക് വരുന്ന ഒരു ലോകത്ത് നമ്മളെ സഹായിക്കുവാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ മക്കളെ ആക്കി തീർക്കണം, നമ്മുടെ സമ്പത്തിനെ ആക്കി തീർക്കണം, നമ്മുടെ സമയത്തെ ആക്കി തീർക്കണം, നമ്മുടെ ആയുസ്സിനെ ആക്കി തീർക്കണം. ഈ ഒരു ചിന്ത അടിസ്ഥാനപരമായി ഉൾക്കൊള്ളവർ മക്കളോട് എങ്ങനെ സമീപിക്കണമെന്നാണ്. സഹോദരങ്ങളെ, ഭൗതികമായി നമ്മുടെ മക്കൾ ഉയരട്ടെ, ആർക്കാണ് വിയോജിപ്പുള്ളത്? ഭൗതിക തലങ്ങളിൽ അവർക്ക് എത്രമാത്രം എത്തിപ്പെടാൻ പറ്റുമോ അവിടെയെല്ലാം അവർ എത്തിപ്പെടട്ടെ. പക്ഷേ എവിടെ എത്തിപ്പെട്ടാലും ഒരു യഥാർത്ഥമായ ഒരു വിശ്വാസി എന്നുള്ള നിലക്കുള്ള അവസ്ഥ അവരിൽ നിലനിൽക്കണം. ആ ഒരു വിശ്വാസിയായ ഒരു മകളെ കൊണ്ട് ലഭിക്കാവുന്ന പ്രയോജനങ്ങൾ എനിക്കും നിങ്ങൾക്കും ലഭിക്കുകയും വേണമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മക്കളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ പൂർവികരായ ആളുകൾക്ക് പ്രവാചകന്മാർക്ക് മക്കളുണ്ടായിരുന്നു, അവർ മക്കളെ വളർത്തിയവരാണ്, മക്കളുണ്ടാവാൻ ആഗ്രഹിച്ചവരാണ്, പ്രാർത്ഥിച്ചവരാണ്. പക്ഷെ മക്കളെ കൊണ്ട് അവരെന്തുദ്ദേശിച്ചോ അതാണ് സത്യത്തിൽ പരലോകത്തിലും പടച്ചവനും വിശ്വാസമുള്ള ഒരാൾ പ്രധാനമായും ഉദ്ദേശിക്കേണ്ടത്. സക്കരിയ നബി അലൈഹിസ്സലാം എല്ലാ കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്തെങ്കിലും ഒരു മകനെ കിട്ടുന്ന കാര്യത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തില്ല. അദ്ദേഹം മരണത്തെ മുഖാമുഖം കൊണ്ട് കിടക്കുമ്പോൾ, വാർദ്ധക്യത്തിന്റെ ദശാസന്ധിയിൽ മരണത്തെ കണ്ട് കിടക്കുമ്പോൾ അദ്ദേഹം പടച്ചവനോട് ചോദിച്ചത് ഒരു കുട്ടിനെ തരണം തന്നെയാണ്. സക്കരിയ നബി അലൈഹിസ്സലാം റബ്ബിനെ വിളിച്ചുകൊണ്ടുവരും. എന്തിനാണ് ഒരു സന്താനം? قال ربي إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. قال ربي إني وهن العظم مني, എൻ്റെ റബ്ബേ, എൻ്റെ എല്ലുകൾ ശോഷിച്ചിരിക്കുന്നു, വാർദ്ധക്യം എന്നെ അവശമാക്കിയിരിക്കുന്നു, എൻ്റെ തലയിൽ ഇനി ഒരൊറ്റ രോമം പോലും നിരക്കാൻ ബാക്കിയില്ല. എന്നാലും എനിക്ക് നിന്നോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും നിരാശയില്ല. എനിക്കൊരു നല്ല അനന്തരാവകാശിയെ നീ തരണേ. എന്തിനാണ് ഒരു അനന്തരാവകാശി സഹോദരങ്ങളെ? എന്തിനാണ് ഒരു അനന്തരാവകാശി? ആളുകൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണോ? അല്ല. എന്തിനു വേണ്ടിയാണ്? ഈ പ്രവാചക കുടുംബത്തെ, പ്രവാചക പാരമ്പര്യത്തെ അനന്തരമെടുക്കുന്ന ഒരു പുത്രൻ. പടച്ചവനെ, എന്റെ നന്മയെ, എന്റെ സൽസ്വഭാവങ്ങളെ, എന്റെ പ്രബോധന കൃത്യങ്ങളെ, എന്റെ ശരിയായ ഇസ്ലാമികമായ ജീവിതത്തെ അടുത്ത തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ എനിക്കൊരു കുട്ടിയെ തരണം എന്നാണ് സഹോദരങ്ങൾ ചോദിച്ചത്.
നിർബന്ധപൂർവ്വം. നോക്കൂ നിങ്ങൾ, നന്മയിൽ നമ്മെ അനുധാവനം ചെയ്യുന്ന ഒരു മകൻ. ചോദിച്ചു നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ലോകത്ത് പ്രശസ്തരായ പണ്ഡിതന്മാരുണ്ട്. ഇന്ന് ലോകത്തിന്റെ മുഴുവൻ മുക്കുമൂലകളിൽ നിന്നും സകല ഭാഷകളും സകല ദേശക്കാരും അവലംബിക്കുന്ന ലോക പണ്ഡിതന്മാർ ഇന്ന് ജീവിച്ചിരിക്കുന്നതിന്റെ പല നാടുകളിൽ നോക്കൂ നിങ്ങൾ. അവരൊക്കെ ലോകത്തിന്റെ നായകന്മാരാണ്, ലോകത്തിന് നന്മയിൽ നേതൃത്വം നൽകുന്നവരാണ്. ലക്ഷക്കണക്കിന് ആളുകളെ സ്വർഗത്തിലേക്ക് ഹിദായത്തിലേക്ക് കൈപിടിച്ച കാരണങ്ങളാണ്. അങ്ങനെ ഒരു മകൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥ എന്നുണ്ടാകും നമുക്ക്. നമ്മുടെ മക്കൾ ഭൗതിക രംഗത്ത് ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന അതേ മനസ്സുകൊണ്ട് ലോകത്തിന് നന്മയിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു മകൻ, അതാണല്ലോ ഒരു വിശ്വാസിന്റെ ആഗ്രഹമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ കൃത്യമായി നമ്മുടെ വിശ്വാസിന്റെ ആഗ്രഹമായി അത് പറയുന്നുണ്ട്. വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. സത്യവിശ്വാസികൾ, അല്ലാഹുവിന്റെ സദ്വൃത്തരായ പരമകാരുണ്യന്റെ ദാസന്മാർ, അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകണേ. ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅയുനിൻ, കൺകുളിർമ, വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഇമാമുകളാക്കണം ഞങ്ങളെ. സത്യവിശ്വാസികൾക്കും സൂക്ഷ്മത പാലിക്കുന്നവർക്കും മുമ്പിൽ നടക്കുന്ന മാതൃകകളാക്കി മാറ്റണം എന്നാണ് സഹോദരങ്ങൾ. ഒരു വിശ്വാസി നിരന്തരമായി തന്റെ മക്കളും തന്റെ കുട്ടികളും താനും ആയിത്തീരുവാൻ വേണ്ടി ആഗ്രഹിക്കേണ്ട ഒരാഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. മുഴുവൻ പ്രവാചകന്മാരും അങ്ങനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു മകനെ വളർത്തുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ആ മകനെ വളർത്തിയത്? ആർക്കും അറിയാത്ത ഒരു ചരിത്രമല്ലത്. അള്ളാഹുവോട് ഒരു കുട്ടി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച സമയത്ത് ആ വാർദ്ധക്യത്തിൽ കുട്ടി ഉണ്ടാകണ വിവരം വന്ന് പറഞ്ഞപ്പോൾ വയസ്സ് ചെന്ന തന്റെ ഭാര്യ പോലും വിരല് വെച്ചു പോകുന്ന, നാണിച്ചു പോകുന്ന ഒരു സമയത്താണ് ഒരു കുട്ടിനെ കുറിച്ച് അറിയിക്കുന്നത്. സഹോദരങ്ങളെ, ആ സന്താനത്തെ എത്ര സുന്ദരമായിട്ടാണ് വളർത്തിക്കൊണ്ടുവന്നത്. വാപ്പയെ പോലെയുള്ള ഒരു മകനെ നമുക്ക് കാണാൻ പറ്റും. വാപ്പ വന്നിട്ട് ചോദിക്കാണ്, ഇന്നീ അറാഫിൽ മനാമി അന്നീ അദ്ബഹുക ഫൻദുർ മാദാ തറാ, എന്റെ മോനെ, ഇന്നലെ രാത്രി സ്വപ്നത്തിൽ ഞാൻ എന്നെ അറുക്കണം എന്നാണ് പടച്ചോന്റെ കൽപ്പന. സഹോദരങ്ങളെ, മകനെ അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ലാതെ അറുക്കുവാൻ സന്നദ്ധമാകുന്ന പിതാവ്. ഞാൻ മകന്റെ മനസ്സ് നോക്കൂ നിങ്ങൾ. ആ പിതാവിന്റെ കൈകളിൽ കിടന്ന് വളർന്ന മകന്റെ മനസ്സ് നോക്കൂ. മകന്റെ മറുപടി എന്തായിരുന്നു? യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. യാ അബതി ഫഅൽ മാ തുമർ, എന്റെ പിതാവേ, എന്താണോ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചത് അത് അതുപോലെ നിങ്ങൾ നിർവഹിച്ചു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, അല്ലാഹുവിന്റെ ആജ്ഞ നിറവേറ്റിക്കൊണ്ട് എന്റെ കഴുത്തിൽ താങ്കൾ കത്തിവെക്കുമ്പോൾ സതജിദുനി, നിങ്ങൾക്ക് എന്നെ കണ്ടെത്തുവാൻ കഴിയും. ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ ക്ഷമിച്ചുകൊണ്ട് തങ്ങളുടെ കത്തിക്ക് മുമ്പിൽ ക്ഷമയോടുകൂടെ കിടക്കുന്നവനായിക്കൊണ്ട് ഈ പൊന്നോമന മകനെ നിങ്ങൾക്ക് കണ്ടെത്താനാവും. സഹോദരങ്ങളെ, അങ്ങനെ മക്കളെ വളർത്തിയ, തന്നെ പോലെ തന്റെ വിശ്വാസത്തിന്റെ മാനസികാവസ്ഥയോടുകൂടെ മക്കളെ വളർത്തിയുടെ ചരിത്രം പറയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം മനോവേദനപ്പെട്ട ഒരു സമയം എപ്പോ അറിയും? പ്രവാചകനോട് വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നബി, ആൺകുട്ടികളില്ലല്ലോ നിനക്ക്, മരിച്ചു പോയാൽ നിനക്ക് അനന്തരഗാമികളില്ല. നിന്റെ നന്മയും നിന്റെ പ്രവാചകത്വവും നിന്റെ ഇസ്ലാമൊക്കെ നീ മരിച്ചാൽ തീർന്നു എന്നാണ്. സഹോദരങ്ങൾ, പ്രവാചകന്റെ മനസ്സ് വേദനിച്ചൊരു സമയമാണ്. അപ്പോഴാണ് അള്ളാഹു ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ ഈ ആയത്തുകൾ ഇറക്കി കൊടുത്തത്. കിട്ടാത്തതിനെ കുറിച്ച് നിരാശപ്പെടേണ്ടതില്ല. ഒരാൺകുട്ടി ഇല്ലല്ലോ എന്നാലോചിച്ച് നീ ദുഃഖിക്കേണ്ടതില്ല. നിനക്ക് ധാരാളം ഞാൻ തന്നിട്ടുണ്ട്. തന്നതിന് നീ നന്മ ചെയ്യുക, നന്ദി ചെയ്യുക, നീ ബലിയറുക്കുകയും ചെയ്യുക. മക്കളില്ലാതെ നിന്റെ ഈ ഇസ്ലാമിന്റെ ഭാവി നശിക്കുമെന്ന് പറയുന്നവരാരോ അവർ തന്നെയാണ് ഭാവിയില്ലാത്തവർ.
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാശ്വസിപ്പിച്ച ഒരു സന്ദർഭമാണ്. സഹോദരങ്ങളെ, നമ്മളെപ്പോലെ നമുക്ക് ഭാവിയിൽ പരലോകത്ത് പ്രയോജനപ്പെടുന്ന, ഈ നാടിനും കുടുംബത്തിനും സമൂഹത്തിനും പ്രയോജനപ്പെടുന്ന നന്മ നിറഞ്ഞ മാതൃക നിറഞ്ഞ മക്കൾ നമുക്കുണ്ടാകണം. അവൻ ഡോക്ടറാവട്ടെ എങ്കിൽ വിശ്വാസികൾക്ക് മാതൃകയായ ഇസ്ലാമിക അപഹാരമുള്ള ഒരു ഡോക്ടറാകട്ടെ. അവൻ ഏത് ഭൗതിക തലങ്ങളിൽ ഉയർന്നു പോയാലും മതത്തെ വിസ്മരിക്കുന്ന ഒരവസ്ഥാവിശേഷം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് സഹോദരങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഒരു ചിന്ത എന്തുകൊണ്ട് വരുന്നില്ല? നമ്മൾ നോക്കും, നിങ്ങൾ കുട്ടികളെ നന്നായി പഠിപ്പിക്കുന്നവര് മദ്രസ പോകേണ്ടതില്ല കുട്ടീനെ തീരുമാനിക്കും. നന്നായിട്ട് കുട്ടി ഏറ്റവും ഉന്നത തലങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്ന ആളുകൾ പലപ്പോഴും ചിന്തിക്കാറില്ല, എന്താ അറിയോ, അവന് പിന്നെ മദ്രസ വേണ്ട, മദ്രസക്കാർക്കാന്ന് വിചാരിച്ചാൽ സാധാരണ ഒരു ലോക്കലായിട്ട് വലിയ കാര്യമൊന്നുമില്ലാതെ സാധാരണ റെഗുലർ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മതി മദ്രസ. ബാക്കിയുള്ളവർക്കൊക്കെ ഉന്നതമായി ഉയർന്നു പോകുന്ന ആളുകൾക്കൊക്കെ അതിന്റെ ആവശ്യമില്ല. അത് അത്യാവശ്യമാണെങ്കിൽ ഖുർആനൊന്ന് കൂട്ടി വായിക്കാനോ നിസ്കാരത്തിൽ എല്ലാവരോ പഠിച്ചാൽ എത്രയായി. സഹോദരങ്ങളെ, അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെ അതിന്റെ മഹത്വത്തോടുകൂടെ അറിവോടുകൂടെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരവസ്ഥയിൽ വരണമെങ്കിൽ എന്തു വേണമെന്നറിയും? മക്കളോടുള്ള കടമകൾ നിർവഹിക്കുവാൻ നമ്മൾ തയ്യാറാവും. അങ്ങനെയെങ്കിൽ നമുക്ക് പരലോകത്ത് ഖേദിക്കേണ്ടതില്ലാത്ത സന്താനങ്ങൾ നമുക്കുണ്ടാകുമെന്നാണ്. സഹോദരങ്ങളെ, സത്യത്തിൽ ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ കുട്ടികൾക്ക് നൽകേണ്ട എല്ലാ തലത്തിലുമുള്ള കടമകൾ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമാണ്. യഥാർത്ഥത്തിൽ മുമ്പൊന്നും കാണാത്ത രൂപത്തിലുള്ള അവസ്ഥാവിശേഷങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ കുട്ടികളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത് ജാഹിലിയ്യ കാലത്തിന്റെ സമ്പ്രദായമായിട്ടാണ് സാധാരണ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്കത് അങ്ങനെയല്ല. പത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ 2-3 കുട്ടികളെ ഒന്നിച്ച് കൊന്ന് തീ കൊടുത്ത് കൊന്നിട്ട് അച്ഛനും അമ്മയും വാപ്പയും ഉമ്മയും ആത്മഹത്യ ചെയ്ത് വായിക്കാൻ പറ്റും. സഹോദരങ്ങൾ, ആലോചിച്ചു നോക്കൂ നിങ്ങൾ. എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രതിസന്ധികളും ഉണ്ടെങ്കിലും നമുക്ക് ആലോചിക്കാം. ആ പ്രതിസന്ധി വന്ന് കടത്തിൽ കുടുങ്ങിയ ആള് മരിച്ചതിനെ പറ്റി നമുക്ക് ആലോചിക്കാം. ഇനി തൻ്റെ ഇടവും പക്വതയും ഒക്കെ ഉള്ള ഭാര്യയും അയോടൊപ്പം മരിക്കുന്നുവെങ്കിൽ അത് അവരുടെ തെറ്റ്, അവരുടെ അപരാധമെന്ന് പറയാൻ പറ്റും. എന്നാൽ ഒന്നും അറിയാത്ത പിഞ്ചോമന പൈതങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങൾ എന്ന പേരിൽ വിഷം കലർത്തി കൊടുക്കുന്ന ആ മഹത്തായ കൊലപാതകങ്ങൾ, അതായത് സ്നേഹത്തോടുകൂടെ പരിചരിക്കേണ്ടവർ വിഷക്കുപ്പികളും വിഷക്കോപ്പകളും സ്വന്തം മക്കൾക്ക് വെച്ച് നീട്ടുന്ന അപരാധം ഒരുപക്ഷെ നാമധാരികളായ നമ്മുടെ ആളുകളിൽ പോലും കണ്ടുവരുന്നു. അതൊക്കെ പോട്ടെ, അതിന്റെ താഴെയുള്ള ഒരു കൊലപാതകം ഇന്ന് യാതൊരു വിധത്തിലും ആളുകൾ ഒരു മനസാക്ഷിക്കുത്തില്ലാതെ ചെയ്യരുത്. ഒരു കുട്ടി ജനിച്ച് വളരെ വൈകാതെ അടുത്ത കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് ആ കുട്ടിയെ ഗർഭമലസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകൾക്ക് അതൊരു പ്രശ്നമില്ലാത്ത അവസ്ഥ. ചില ആളുകൾ വളരെയധികം ഗൗരവത്തോടുകൂടെ സംശയം ചോദിക്കാൻ വരാറുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കളഞ്ഞുകൂടെ, ഒഴിവാക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചു വരാറുണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഗർഭപാത്രത്തിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവനെ കളയുവാനുള്ള ആ മാനസികാവസ്ഥ. വിശുദ്ധ ഖുർആൻ എന്തിന് ഇത്രയധികം ആയത്തുകൾ ചെലവഴിച്ചു എന്ന് നമ്മൾ സംശയിക്കാറുണ്ട്. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാക് നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞ് ഖുർആൻ പരിചയപ്പെടുത്താണ് എന്ത്? വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാക്. നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളെ കുട്ടികളെ ദാരിദ്ര്യം ഭയന്ന് തന്നെയാണ്. അടുത്ത ഭാവിയിൽ ഈ കുട്ടികൾ എങ്ങനെ ജീവിക്കുമെന്നാണ് ആത്മഹത്യ ചെയ്യുന്ന വാപ്പയും ഉമ്മയും ആലോചിക്കുന്നത്. കുട്ടികൾ എങ്ങനെ ജീവിക്കുന്നു? പടച്ചവൻ പറയാണ് കുട്ടികളെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകണ്ടെന്നാണ്. വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാകിൻ നഹ്നു നർസുഖുകും വഇയ്യാകും. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മളാണ്. നാം ജീവൻ കൊടുത്തവനെ ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ഭൂമിയിലെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരെ കുറിച്ച് ആലോചിച്ചെന്ത് ചെയ്യേണ്ടതില്ല, അവരെ കൊന്നുകളയേണ്ടതില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇതേ കാര്യം വീണ്ടും വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിലെ 140-ാമത്തെ ആയത്തിൽ പറയുന്നു. ഖദ് ഖസിറല്ലദീന ഖതലൂ ഔലാദഹും സഫഹൻ ബിഗൈരി ഇൽമി വഹറമൂ മാ റസഖഹുമുല്ലാഹു ഇഫ്തിറാഅൻ അലല്ലാഹ് ഖദ് ദല്ലൂ വമാ കാനൂ മുഹ്തദീൻ. അവർ പിഴച്ചവരാണ്, സന്മാർഗം സ്വീകരിക്കാത്തവരാണ്. ആര്? കുട്ടികളെ കൊന്നു കളയുന്നവർ. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ കുട്ടികളെ കൊല്ലുന്നവർ. മാത്രമല്ല, അത് കൊല്ലാൻ വേണ്ടി ന്യായങ്ങൾ ചമച്ച് അള്ളാഹുവിന്റെ പേരിൽ കളവാരോപിക്കുന്ന ആളുകൾ, അവരൊക്കെ പിഴച്ചവരാണ്, അവർ സന്മാർഗം സ്വീകരിച്ചവരല്ല എന്നാണ്.
വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. കൊല്ലപ്പെട്ട് കിടക്കുന്ന കൊല്ലപ്പെട്ട കുട്ടികൾക്ക് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടുന്ന പരലോകത്ത് വെച്ചുകൊണ്ട് വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. എന്തിനു വേണ്ടിയാണ് ആ കുട്ടികളെ കൊന്നതെന്ന് അവിടെ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കയ്യിൽ വളർന്ന പിഞ്ചോമന പൈതങ്ങൾക്ക് ജീവിക്കാനൊരു അവകാശമുണ്ട്, പടച്ചോൻ വെച്ച അവകാശം. അത് അനുവദിച്ചു കൊടുക്കുന്ന തലത്തിൽ തന്നെ ധാരാളം ആളുകൾ വീഴ്ച വരുത്തുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ അടുത്ത അണുകുടുംബങ്ങളിൽ അടുത്ത ഭാവിയിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് പരിശോധിച്ച് പെൺകുട്ടിയാണെങ്കിൽ കൊലപ്പെടുത്തി കളയുവാൻ മനസ്സ് പാകപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, സത്യത്തിൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗം മാതാപിതാക്കളുടെ കൈകളിൽ തന്നെ വളരുന്ന കുഞ്ഞുങ്ങളാണോ എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ ആലോചിച്ചു പോകാറുണ്ട്. സ്നേഹവും കരുണയും ലഭിക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്ക് അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഗൗരവപരമായ രൂപത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പലപ്പോഴും കുടുംബ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനോവേദനകളും മനപ്രയാസങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്ന സഹോദരിമാർ തങ്ങളുടെ പ്രതികാരങ്ങൾ തീർക്കാതെ തങ്ങളുടെ പിഞ്ചു മക്കളിലാണ്. ഇത് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വീടുകളിലും നടക്കുന്ന കാര്യമാണ്. ഭർത്താവ് ഗൾഫിലാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ടത്ര പരിചരണങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ, ബന്ധുക്കളിൽ നിന്ന് എന്തെങ്കിലും പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴൊക്കെ തരും ദേഷ്യം മുഴുവൻ കുട്ടികളെ ദ്രോഹിച്ചും ഉപദ്രവിച്ചും ശാസിച്ചും തീർക്കുന്ന എത്ര ആളുകളുണ്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒന്നും പ്രതികരിക്കാൻ കഴിയാത്ത സ്നേഹം തരേണ്ട മാതാവിൻ്റെ മുഖത്ത് നിന്നും ആ തീപ്പാറുന്ന നോട്ടവും അതേപോലെ തന്നെ അക്രമങ്ങളും ചീത്ത പെരുമാറ്റങ്ങളും അടിയും ഇടിയും തൊഴിയൊക്കെ ലഭിക്കുമ്പോൾ ആ പിഞ്ചു മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടാവും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര സത്യമാണ് സഹോദരങ്ങളെ. മല്ലം യർഹം സഗീറനാ വലം യുവക്കിർ കബീറനാ ഫലൈസ മിന്നാ. ചെറിയവരോട് കരുണ കാണിക്കാത്ത, വലിയവരെ ആദരിക്കാത്തവർ നമ്മളിൽപ്പെട്ടവരല്ല. ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ള കരുണ കാണിക്കുക. നമ്മുടെ കീഴിലും നമ്മുടെ കയ്യിലുമുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറിയാലേ നമ്മുടെ കടിഞ്ഞാൻ പിടിക്കുന്ന, നമ്മുടെ മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ആകാശത്തിലെ ശക്തി പരമകാരുണ്യകൻ നമ്മളോട് കരുണ ചൊരിയുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ കുട്ടികൾക്കറിയില്ല, നമ്മുടെ മനപ്രയാസം കുട്ടികൾക്കറിയില്ല, നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധി കുട്ടികൾക്കറിയില്ല, നമ്മുടെ വീട്ടാനാകാത്ത കടത്തെക്കുറിച്ച് കുട്ടികൾക്കറിയില്ല, നമ്മുടെ കുടുംബപരമായ വഴക്കുകൾ കുട്ടികൾക്കറിയില്ല. ദയവ് ചെയ്ത് ആ കുട്ടികളെ അതിന് ബലിയാടാകാതിരിക്കുക. പ്രവാചകൻ പ്രത്യേകമായി വിളിച്ചു പറഞ്ഞു, അഹിബ്ബുസ്സിബിയാൻ, നിങ്ങൾ കുട്ടികളെ സ്നേഹിക്കണം, കുട്ടികളെ സ്നേഹിക്കണം. വർഹമൂഹും, അവരോട് നിങ്ങൾ കരുണ കാണിക്കണം. വഇദാ വഅദ്തുമൂഹും ഫഫൂ, നിങ്ങൾ അവരോട് വല്ല കരാറും കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാന്നറിഞ്ഞാൽ, ഞാൻ വരുമ്പോൾ ഇന്നത് കൊണ്ടുവരാ, വാങ്ങിത്തരാം മോനെ, ഇന്നത് സമ്മാനം തരാന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങൾ കൊടുക്കണം. ഫഇന്നഹും ലാ യറൗന ഇല്ലാ അന്നകും തർസുഖൂനഹും, നിങ്ങൾ എന്താണ് അവസ്ഥ എന്ന് കുട്ടികൾക്കറിയില്ല. നിങ്ങളിൽ നിന്ന് അവർക്ക് ഭക്ഷണം കിട്ടുന്നു എന്നല്ലാതെ നിങ്ങളുടെ സാഹചര്യങ്ങൾ അറിയാൻ പറ്റാത്ത കുട്ടികളോട് നിങ്ങൾ ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റണം, നിങ്ങൾ അവരെ സ്നേഹിക്കണമെന്നാണ്. ശരിക്കും ഒരു കുട്ടിയോട് എങ്ങനെ പെരുമാറണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും വിശദീകരിച്ചിട്ടുണ്ട്. മൻ കാന ഇൻദഹു സബിയും ഫൽയസ്തസാബ ലഹു. ആർക്കെങ്കിലും കുട്ടിയുണ്ടോ, കുട്ടിയാവട്ടെ. ആർക്കെങ്കിലും കുട്ടിയാളുണ്ടെങ്കിൽ അവൻ കുട്ടിയാവട്ടെ. ആ കുട്ടിക്ക് മുട്ടുകുത്തി കളിക്കണമെങ്കിൽ വാപ്പ കുട്ടിയോടൊപ്പം ഒരു കുട്ടിയായി മുട്ടുകുത്തി കളിക്കണം. ആ കുട്ടിക്ക് എന്ത് കളിയാണോ താല്പര്യം, വാപ്പയും ഉമ്മയും ആ കുട്ടിയെ പോലെ ആകണം. സഹോദരങ്ങളെ, മഹാനായ റസൂൽ അങ്ങനെ ആയിരുന്നു നമുക്കറിയാൻ പറ്റും. ഹസനെയും ഹുസനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പുറത്തു കയറ്റിക്കൊണ്ട് ആന കളിച്ചിരുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. ആന കളിച്ചിരുന്നത് പ്രവാചകൻ ഗൗരവപരമായ ഖുതുബയും നിസ്കാരമൊക്കെ നിർവഹിക്കുമ്പോൾ കുട്ടികൾ വന്നാൽ കുട്ടികളെ എടുത്തുകൊണ്ട് നമസ്കരിക്കുകയും കുട്ടികളെ എടുത്തുകൊണ്ട് ഖുതുബ പറയുകയും ചെയ്ത രംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സ്നേഹത്തോടുകൂടെ നിലത്ത് കമഴ്ന്നു കിടന്നുകൊണ്ട് മുട്ടുകുത്തിക്കൊണ്ട് പുറത്തു കയറി ആന ആന എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ തൊളിക്കും. ഒരു രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എത്ര സ്നേഹത്തോടുകൂടെ കുട്ടികൾക്കിടയിൽ ഒരു കുട്ടിയായിട്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് നമുക്ക് കാണാൻ പറ്റും. സഹോദരങ്ങൾ, അങ്ങനത്തെ ഒരു പ്രതികരണം പലപ്പോഴും പുതിയ കുടുംബ സംവിധാനങ്ങൾ എടുത്തു പോയി. പഴയ കാലത്ത് വാപ്പ എന്ന് പറഞ്ഞാൽ ഒരു 5-8 കുട്ടികൾ, അവിടെ വാപ്പ ഒരു രാജാവാണ്, ആരും ചോദ്യം ചെയ്യാത്ത, എന്തും പ്രവർത്തിക്കാൻ പറ്റുന്ന രാജാവ്. ആകെ കുട്ടിയുടെ ദേഹത്തൊരു പിതാവ് സ്പർശിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ എന്തെങ്കിലും ഭീകരമായ
ഒന്ന് തല്ലാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ശാസിക്കാനുള്ള സമയത്ത് മാത്രമാണ്, തല്ലാൻ വേണ്ടി മാത്രം ആ കുട്ടിയുടെ ദേഹത്ത് കൈവെക്കുക. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു പഴയ കാലത്ത് രക്ഷിതാക്കൾ എന്നൊക്കെ പലപ്പോഴും ഒരു ഉമ്മ വെച്ച അനുഭവം കിട്ടിയ കുട്ടികൾ വളരെ കുറവായിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടുകൂടെ തൻ്റെ കുട്ടികളെ പരിചരിക്കുവാനും സ്നേഹത്തോടുകൂടെ അവിടെ കൊണ്ടു നടക്കാനുള്ളത്. അങ്ങനെ ഒരു സ്നേഹം കുട്ടികൾക്ക് കൊടുക്കാത്തവർ സഹോദരങ്ങളെ ഭാവിയിൽ സ്നേഹം അനുഭവിക്കില്ല. ഇന്നുണ്ട് ആളുകൾ ജോലിൻ്റെ കാര്യവും സൗകര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യങ്ങൾ, മുലകുടി വറ്റാത്ത കുട്ടികളെ വല്യമ്മൻ്റെയും വല്യപ്പൻ്റെയൊക്കെ അടുത്ത് ആക്കി കൊടുത്തിട്ട് ആ കുട്ടികൾക്ക് മുലപ്പാലിന് പകരം കുപ്പിപ്പാലുകൾ കൊടുത്ത് ഭക്ഷണങ്ങൾ കൊടുത്ത് ഒരു മാതാവിൻ്റെ മാറത്ത് കിടന്നൊന്ന് മയങ്ങാനുള്ള ആ ചൂട് ലഭിക്കാനുള്ള ഭാഗ്യം ലഭിക്കാത്ത പിഞ്ചോമനകൾ സഹോദരങ്ങളെ, സ്നേഹം നിഷേധിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളുള്ള അനാഥകൾ നമ്മുടെ നാടിൻ്റെ വീടുകൾക്കുള്ളിലെ തടവറകളിൽ കഴിഞ്ഞുകൂടുന്ന നല്ല സാഹചര്യമുണ്ട്. കാര്യം നല്ല വീട്ടിൽ നല്ല സൗകര്യമുണ്ട്. അവർ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയാലും ഉയരങ്ങൾ കൂടും തോറും വിചാരിക്കാതെ ജനിച്ച വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ജനിച്ച കുട്ടി തങ്ങളുടെ വിദേശ യാത്രകൾക്കും അതേപോലെ തന്നെ ജോലികൾക്കും തടസ്സമാകുന്നതിൻ്റെ പേരിൽ ആ കുട്ടികൾക്ക് മുലപ്പാല് പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥ എന്തുമാത്രം ഭയാനകമാണ് സഹോദരങ്ങളെ. ഇന്നും നമ്മുടെ വീടുകളിൽ കാണാൻ പറ്റും. കുട്ടിക്ക് മുല കൊടുക്കാൻ വേണ്ടി ഭർത്താവും ഭർത്തൃമാതാവും ഉപദേശിക്കേണ്ടി വരുന്ന ഉമ്മമാര്. നോക്കൂ നിങ്ങൾ, സ്നേഹം എവിടെയാണ്? നൊന്ത് പ്രസവിച്ച മാതാവിനോട് സൗന്ദര്യം നഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ച് കുഞ്ഞിന്റെ അവകാശം, അതായത് മുലകുടി കിട്ടുക എന്നുള്ളത് കുട്ടിന്റെ അവകാശമാണ്. അത് നിഷേധിക്കപ്പെട്ടതിന്റെ പേരിൽ ആ കുട്ടിക്ക് മുല കൊടുക്കണമെന്ന് സ്വന്തം ഭർത്താവും അതേപോലെ തന്നെ ഭർത്തൃമാതാവും ബന്ധുക്കളും ഉപദേശിക്കേണ്ടി വരുന്ന സാഹചര്യം ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റപ്പെടണം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇനി അടുത്ത ഭാവി അതാണ്. ചെറുപ്പത്തിൽ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സ്നേഹം അനുഭവിക്കാത്ത, മക്കളെയും കുട്ടികളെയും തൊട്ടുതലാടാത്ത, മടിയിൽ വെക്കാത്ത, തോളിലേറ്റാത്ത, തലോടാത്ത, സ്നേഹിക്കാത്ത ആ മക്കൾക്ക് ഭാവിയിൽ വയസ്സായി കിടക്കുന്ന വാപ്പന്റെയും ഉമ്മയുടെയും ദേഹത്ത് തലോടാനോ അവരെ സ്നേഹിക്കാനോ അവരെ പരിചരിക്കാനോ സാധിക്കൂല എന്നാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. പ്രാർത്ഥിക്കുമ്പോൾ പോലും മനസ്സിൽ വരുന്ന അതാണ്, പടച്ചോനെ ചെറുപ്പത്തിൽ ഞങ്ങളെ കുട്ടികളാകുമ്പോൾ നോക്കിയിട്ടില്ല, അതേപോലെ നോക്കണമെന്നാണ്. ചെറുപ്പത്തിൽ സ്നേഹം കിട്ടാതെ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെയോ ഹോസ്റ്റലുകളുടെയോ തടവറകളിൽ പാർപ്പിച്ച് വാപ്പയെന്നോ ഉമ്മയെന്നോ സ്നേഹത്തോടുകൂടെ ഒരു വേദന വരുമ്പോൾ വിളിക്കാൻ കിട്ടാത്ത അവസ്ഥ എന്തായിരിക്കും നോക്കൂ നിങ്ങൾ. അനാഥകളാണെങ്കിൽ പോലും അവർക്ക് മാതാപിതാക്കളുടെ പരിരക്ഷണം വേണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. വൈൻ ഹാലിത്തൂകും വൈ ഇഹ്വാനുക്കുന്നാണ്. എന്നാൽ അനാഥക്കുട്ടിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കാനല്ല പറഞ്ഞു. നിങ്ങൾ ഏറ്റെടുക്കുക, എന്നിട്ടോ നിങ്ങൾ ആ കുട്ടിക്ക് പിതാവാകണം, നിങ്ങളുടെ ഭാര്യ ആ കുട്ടിക്ക് മാതാവാകണം, നിങ്ങളുടെ മക്കൾ ആ കുട്ടിക്ക് ജ്യേഷ്ഠാനുജന്മാരാകണം. അങ്ങനെ സഹോദരങ്ങളെപ്പോലെ മക്കളെപ്പോലെ പെരുമാറിയിട്ട് വാപ്പന്റെയും ഉമ്മയുടെയും പരിരക്ഷണം കിട്ടണം എന്നാണ് സഹോദരങ്ങളെ. ഈ സ്നേഹമോ പരിരക്ഷയോ കിട്ടാത്ത കുട്ടികളുടെ ഭാവി ഭയാനകമാണ്, അപകടകരമാണ്. പലപ്പോഴും ഇസ്ലാം വ്യഭിചാരത്തിന് അതിശക്തമായ ശിക്ഷകൾ ഇസ്ലാമിക വിധികളിൽ നമുക്ക് കാണാൻ പറ്റും. സഹോദരങ്ങളെ, വ്യഭിചാരം പാപകരമാണ്, കുറ്റകരമാണ്. വ്യഭിചാരത്തിന്റെ ഏറ്റവും ഭയാനകരമായ ഒരു ദുരന്തത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഞാനാണ് നിന്റെ പിതാവെന്ന് പറയാൻ, എന്റെ വാപ്പ ഇന്നവനാണെന്ന് പറയാൻ സാധിക്കാത്ത മക്കൾ ഈ സമൂഹത്തിന്റെ ശാപമായിരിക്കും. ചാരസന്താനങ്ങളായി ജന്മം കൊള്ളുന്ന കുട്ടികൾക്ക് നിയന്ത്രണങ്ങളില്ല. അവനെ സ്നേഹിക്കാനോ തലോടാനോ ശാസിക്കാനോ ആധികാരികയോട് പറയാൻ പറ്റിയ ഒരു രക്ഷിതാവില്ല. സത്യത്തിൽ യൂറോപ്യൻ നാടുകളിൽ വാപ്പയില്ലാത്ത പിതാവില്ലാത്ത കുട്ടികളുടെ എണ്ണം അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരം കുട്ടികൾ ഈ സമൂഹത്തിന് ഏറ്റവും വിനാശകരമായ വിപത്തുക്കളായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും വലിയ അനാഥൻ ആരാണെന്ന് ചോദിച്ചാൽ, ഒരു കവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, പിതാവുണ്ടായിട്ടും പിതാവിന്റെ സംരക്ഷണങ്ങൾ ലഭിക്കാത്ത, മാതാവുണ്ടായിട്ടും മാതാവിന്റെ സ്നേഹം അനുഭവിക്കാത്ത കുട്ടികളാണ് ഏറ്റവും വലിയ അനാഥർ എന്നൊരു കവി പാടിയത് ഓർക്കുന്നു. സഹോദരങ്ങളെ, നമുക്ക് സ്നേഹം നൽകാനാവണം. നമുക്ക് ജനിച്ച കുഞ്ഞിന് ഒരു പിതാവിന്റെ സ്നേഹം നമ്മളിൽ നിന്നല്ലാതെ ആരിൽ നിന്ന് ലഭിക്കും? നാം പ്രസവിച്ച ഒരു കുഞ്ഞിന് മാതാവിന്റെ സ്നേഹം നമ്മളല്ലാതെ മറ്റാരും നൽകും. ആ സ്നേഹം ആ കുട്ടിയുടെ അവകാശമാണ്. ആ മുലപ്പാൽ ആ കുട്ടിയുടെ അവകാശമാണ്. ആ സ്നേഹവും പരിചരണവും ആ കുട്ടികൾക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, വലിയൊരു ഉത്തരവാദിത്തമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ. ഒരു വിവാഹിതം കഴിക്കുമ്പോൾ നമ്മളൊരു ഭർത്താവാകുന്നത് പോലെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മളൊരു പിതാവാകുന്നു. ഒരു പിതാവെന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ തോത്, ഉത്തരവാദിത്തത്തിന്റെ മഹത്വം ഒന്നുകൂടെ വർദ്ധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ആ കുട്ടികളോട് ഏത് രൂപത്തിൽ ഏത് രംഗത്തൊക്കെ നമ്മൾ പെരുമാറണം ചോദിച്ചാൽ, ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഒരു മുറ്റത്ത് നട്ട ഒരു ചെടിക്ക് വെള്ളമൊഴിച്ച് അതിനടിയിൽ വരുന്ന കളകൾ പറിച്ച് അത് വളരുമ്പോൾ ഒടിഞ്ഞു പോകാതിരിക്കാൻ അതിന് നാട്ട കൊടുത്ത് അതിന് മുകളിൽ അതിന്റെ പ്രകാശം തട്ടാതിരിക്കാൻ തടസ്സമായി നിൽക്കുന്ന തണലുകളും തടസ്സങ്ങളും വെട്ടിമാറ്റി ആ ചെടിയെ വളരാൻ അനുവദിക്കുകയും ആ ചെടി വളർന്നു വളർന്നു വരികയും ആവശ്യമില്ലാത്ത ചില്ലകൾ മുറിച്ച് ഒരു മരത്തെ സംരക്ഷിക്കുന്നതിനേക്കാളും ഉത്തരവാദിത്വത്തോടുകൂടെ നമ്മുടെ മടിത്തട്ടിൽ വരുന്ന ഒരു കുട്ടിയിൽ കാണുന്ന ദുസ്വഭാവങ്ങളെ പറിച്ചു കളഞ്ഞ് ആ കുട്ടി വളഞ്ഞു പോകുമ്പോൾ നിവർത്തി പരിചരിച്ച് ആ കുട്ടി ഏറ്റവും നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്തി അവൻ സ്വയം പ്രാപ്തനായി ഭൗതിക രംഗത്തും വിശ്വാസരംഗത്തും വിരാജിക്കുന്നത് വരെ നമ്മുടെ കണ്ണും കാതും ശ്രദ്ധയും നമ്മുടെ മക്കളിൽ കേന്ദ്രീകരിക്കണം. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, വളരെ പ്രയാസകരമായ ഒരു ചുറ്റുപാട് ഇതാ സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. അടച്ചിട്ട റൂമിലേക്ക് പോലും ലോകത്തിന്റെ മുഴുവൻ കോണുകളിൽ നിന്നും അശ്ലീലങ്ങൾ വന്നു കയറുന്ന, കയ്യിൽ കിടക്കുന്ന മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ പോലും തിന്മകൾ ചെയ്യാൻ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഈ ഏറ്റവും പ്രയാസകരമായ തീക്കട്ട പിടിച്ചവനെ പോലെ പിൽക്കാലത്തെ വിശ്വാസികളായിത്തീരുമെന്ന് പ്രവചിക്കപ്പെട്ട ഒരു ദുഷിച്ച സാഹചര്യത്തിനിടയിലാണ് നമ്മുടെ ഈ മുത്തുമണികൾ കരടുകളും അതേപോലെ തന്നെ അഴുക്കുകളും പറ്റാതെ വളർത്താൻ നമ്മൾ കടപ്പെട്ടത്. അതുകൊണ്ട് പ്രവാചകന്റെ ആ ശിക്ഷണ സമ്പ്രദായം വിശ്വാസരംഗത്തും സ്വഭാവരംഗത്തും കർമ്മരംഗത്തുമെല്ലാം ആ കുട്ടികളോടൊപ്പം നടന്ന് അവരെ പരിചരിക്കുവാനും പരിശീലിക്കുവാനും നമുക്ക് കഴിയണം. അതിന് നമുക്ക് വിശുദ്ധ ഖുർആനിലും പ്രവാചക ചര്യകളിലും മാതൃകകൾ നമുക്ക് ദർശിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കറിയാൻ പറ്റും. അതായത് വിശ്വാസ രംഗത്ത് തന്റെ കുട്ടികളെ പഠിപ്പിക്കുവാൻ പൂർവിക പ്രവാചകന്മാർ കാണിച്ച ശുഷ്കാന്തിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. യാക്കൂബ് നബി അലൈഹിസ്സലാം മരണത്തെ സ്വീകരിക്കുന്ന സമയത്ത് അദ്ദേഹം മക്കളെ കാര്യത്തിൽ ആശങ്കപ്പെട്ടത് എന്താണ്? അം കുന്തും ശുഹദാ ഇദ് ഹദറ യഅൂബൽ മൗത്ത്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മരണമാസന്നമായപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. പടച്ചോൻ, എന്തേ അവിടെ നടന്നത്? സഹോദരങ്ങളെ, ഒരു പിതാവ് തന്റെ മക്കളോട് മരണത്തിന്റെ വേർപാടിന്റെ യാത്ര ചോദിക്കുന്ന സമയത്ത് എന്താണ് മക്കളോട് ഉപദേശിച്ചത്? മകനെ, ഇതൊക്കെ നമ്മളെ സ്വത്താണ്, ഇതൊക്കെ നിങ്ങൾ വഴക്ക് കൂടാതെ ഉപയോഗിക്കണം, നിങ്ങൾ പരസ്പരം കലയിക്കരുത് എന്നൊന്നുമല്ല. മരിക്കാൻ സമയത്ത് മക്കളോട് ചോദിക്കുന്ന സഹോദരങ്ങൾ നേരിട്ട് വിശ്വാസ രംഗത്ത് ആ പിതാവ് നൽകിയ തെർബിയത്ത്, ശിക്ഷണം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഞാൻ മരിച്ചാൽ നിങ്ങൾ ആരെ ആരാധിക്കുന്നതാണ്? ആ മക്കളെ ചുണ്ടുകളിൽ നിന്നും മരണസമയത്ത് ആ പിതാവ് ഉറപ്പ് വാങ്ങിക്കാണ്, നിന്റെ ഇലാഹിനെയും നിന്റെ പിതാക്കൾ ആരാധിച്ച ആരാധനയും തന്നെയാണ് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് ഉറപ്പ് വാങ്ങിയിട്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം മരണസമയത്ത് മക്കളോട് യാത്ര ചോദിക്കുന്നത്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. എൻ്റെ പൊന്നു മകനെ എന്ന് വിളിച്ച് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട്, മോനെ, ശിർക്ക് മഹാപാപമാണ് കേട്ടോ, നീ ഒരിക്കലും ശിർക്ക് ചെയ്യരുത് എന്ന് ഉപദേശിച്ചു കൊടുക്കാൻ. സഹോദരങ്ങളെ, കൊച്ചു പ്രായത്തിൽ തന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ ഈ പാഠങ്ങളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ്. മനുഷ്യ ദൈവങ്ങളും പുതിയ ആചാര്യന്മാരും പുതിയ ഔലിയാക്കളും പുതിയ ആചാര്യന്മാരും മുനിമാരും മഹർഷിമാരും ഒക്കെ സമാധാനത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ മതങ്ങളും പുതിയ പ്രത്യയശാസ്ത്രങ്ങളും ചിന്താധാരങ്ങളും ഉണ്ടാക്കും. ആധുനികരെന്ന് പറയുന്ന ആളുകൾ ആ മനുഷ്യ ദൈവങ്ങളിലേക്ക് സമാധാനവും ശാന്തിയും തേടുമ്പോൾ പുതിയ കലാലയങ്ങളിലും പുതിയ സാഹചര്യങ്ങളും പഠിക്കുന്ന കുട്ടികൾ ഇത്തരം മനുഷ്യ ദൈവങ്ങളെ തേടിപ്പോയി കൂടെയില്ല. അതേപോലെ തന്നെ ശിർക്കുകളെ വേരുറപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന പണ്ഡിതന്മാരുടെ ഈ വക്രമായ ശ്രമങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറ കുടുങ്ങിപ്പോയേക്കാം. അതുകൊണ്ട് തൗഹീദിന്റെ ബാലപാഠങ്ങളെക്കുറിച്ച്, വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നാണ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, പ്രവാചകൻ തിരുമേനി ഒന്നും വിട്ടുപോയിട്ടില്ല. എത്ര ശ്രദ്ധയോടുകൂടെയാണ് കുട്ടികളെ വളർത്താൻ വേണ്ടി പറയുന്നത്. നോക്ക് നിങ്ങൾ, നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ രണ്ട് കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവരെ പിന്നെ ഒന്നിച്ച് കിടത്തരുത് എന്നാണ്. നോക്കൂ നിങ്ങൾ, എത്ര ശ്രദ്ധയാണ് പ്രവാചകന്റെ നിർദ്ദേശങ്ങളിൽ. രണ്ട് കുട്ടികളെ രാവിലെ കളിച്ചും വളർന്നും പരസ്പരം കഥ പറഞ്ഞും ഒരു പായയിൽ കിടന്ന കുട്ടികളെ മാറ്റിക്കിടത്തേണ്ട സമയമാകുമ്പോൾ മാറ്റിക്കിടത്തണമെന്നാണ്. 7 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ പറഞ്ഞോളി, 10 വയസ്സായിട്ടില്ലെങ്കിൽ ഉപദേശത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു,
ശിക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു റസൂലുള്ളാഹി പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അൻ അംറു ബിൻ ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി റളിയല്ലാഹു അൻഹും അവരിന്ന് റിപ്പോർട്ട് ചെയ്യാൻ. കാരണം റസൂലുള്ളാഹി അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മുറു ഔലാദകും ബിസ്സലാത്ത്, കുട്ടികളോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം എന്നാണ്. വഹും അബ്നാഉ സബ്ഇ സിനീൻ, 7 വയസ്സാകുമ്പോൾ വദരിബൂഹും അലൈഹാ, ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവരെ അടിക്കണം. വഹും അബ്നാഉ അശ്രിൻ, 10 വയസ്സെത്തുമ്പോൾ. അപ്പൊ 7ാമത്തെ വയസ്സിൽ തന്നെ പറഞ്ഞു തുടങ്ങണം. നമ്മളൊക്കെ എന്ത് പറയുമ്പോഴും പറയും അതൊക്കെ ഓന് സമയവും പ്രായവും ഒക്കെ നേരെ ആയിക്കോളും. അതൊക്കെ ഇപ്പൊ നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ല നേരായത്. ഇതിപ്പൊ തന്നെ ബുദ്ധിമുട്ടിക്കണോ ഈ കുട്ടികളെ, ചെറുപ്രായത്തിൽ ബുദ്ധിമുട്ടിക്കണോന്നാണ്. കുട്ടി ഒരു തട്ടിട്ട് പുറത്തിറങ്ങിക്കോട്ടെ എന്ന് വാപ്പ പറയുമ്പം പറയാം, ഉമ്മ എന്താ പറയാറ്, ഈ സമയത്തൊക്കെ കുട്ടിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഈ കുട്ടി സിനിമ കണ്ട് 12 മണിക്ക് വന്ന് വിളിക്കും, വാപ്പ പറയും ഇത് അവന്റെ പോക്ക് ശരിയല്ല. അപ്പൊ ഉമ്മാന്റെ വക എന്തായിരിക്കും, ഈ പ്രായക്കാവുമ്പോൾ കുട്ടികൾ അങ്ങനെയൊക്കെ അറിയാം, ഈ പ്രായത്തിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു, ഓനൊക്കെ സമയം വരുമ്പോൾ ശരിയായിക്കോളുന്ന. നോക്ക് നിങ്ങൾ, തർബീയത്തിന്റെ ഗണങ്ങളിൽ ആ സമയത്ത് കുട്ടികളെ അവഗണിച്ചവർ, കുട്ടികളുടെ തെറ്റുകളെ നിസ്സാരമായി കാണുകയും അതിന് പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ കൊണ്ട് ഓശാന പാടുകയും ചെയ്തവർ, പിന്നീട് ഒരുപക്ഷെ ആ കുട്ടിയെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. മുറ്റമടിക്കുമ്പോൾ കണ്ട ഒരു ചെറിയ മരച്ചെടി പറിച്ചിടാൻ അന്ന് കാണിച്ച അലംഭാവം, അന്ന് കാണിച്ച അലസത ഒരുപക്ഷെ മഴ കൊണ്ടുവന്ന് വെട്ടിയാൽ ഒരുപക്ഷെ വീടിന് മുകളിൽ പതിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വടവൃക്ഷമായി ആ ചെറിയ വൃക്ഷം വളർന്നേക്കാം. ചെറുപ്പത്തിലുണ്ടാകുന്ന ഉദാസീനമായ പരിശീലന രംഗത്തും തെർബിയത്ത് രംഗത്തും കാണിക്കുന്ന അലംഭാവം ഒരുപക്ഷെ സഹോദരങ്ങളെ തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ പരിവർത്തിപ്പിച്ചേക്കും. എന്ന് റസൂലുള്ളാഹി പറഞ്ഞു, അവരെ വേർതിരിച്ച് കടത്തണം. ഫിൽ മദാജി, കടപ്പറകളിൽ നിന്നാണ്. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, കർമ്മരംഗത്തും സ്വഭാവരംഗത്തും ഒക്കെ തെർബിയത്ത് വേണം. അള്ളാഹുവിന്റെ റസൂലിന് നല്ല സ്നേഹം ഉണ്ടായിരുന്നു കുട്ടികൾ, നമ്മളെക്കാളും സ്നേഹം ഉണ്ടായിരുന്നു കുട്ടികൾ. പക്ഷെ എന്താ നിങ്ങൾ, സ്വതക്കക്ക് വേണ്ടി കൂട്ടിയിട്ടിരുന്ന സമ്പത്തിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഒരു കഷ്ണമെടുത്ത് വായിലിട്ടപ്പോൾ പ്രവാചകൻ ഓടിച്ചെന്നു മോനെ പുറത്തെടുക്കൂ എന്ന് പറഞ്ഞ് വായിൽ കൈയിട്ടുകൊണ്ട് പുറത്തെടുത്തു. അത് നമ്മൾ അഹ്ലുബൈത്തിൽ തിന്നാൻ പറ്റൂല എന്ന് പറഞ്ഞു കൊടുത്തു. സഹോദരങ്ങളെ, അതാണ് ശിക്ഷ. ആ കുട്ടിക്കൊരിക്കലും ഇനി അവിഹിതമായ എന്തിലെങ്കിലും തന്റെ കൈവിരൽ തട്ടുമ്പോൾ പ്രവാചകനിൽ നിന്നുണ്ടായ ആ അനുഭവത്തെ അവന് മറക്കാൻ പറ്റൂല. അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവം അന്യന്റേത് കൊണ്ടുവരുമ്പോൾ, അന്യന്റേത് അപഹരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ഉപദേശത്തിന്റെ സമയം സാക്ഷിയാകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റും. പ്രവാചകൻ തിരുമേനി അങ്ങനെ രാത്രി നിസ്കരിക്കുമ്പോൾ കുട്ടികൾ വന്ന് നേരെ എതിർഭാഗത്ത് വന്ന് നിൽക്കുമ്പോൾ ചെവി പിടിച്ചുകൊണ്ട് ഇമാമിനെ തുടരേണ്ട സ്ഥലത്ത് മൗമൂമിനെ നിർത്തിക്കൊടുത്തു പ്രവാചകൻ. അല്ലെ, ഭക്ഷണം ഇടത് കൈ കൊണ്ട് കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ ഇടത്തെ കൈയുമ്പോൾ പ്രവാചകൻ പിടിച്ചു വെച്ചു. ഇനി കഴിച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് വലത് കൈ കൊണ്ട് തിന്നാൻ പരിശീലിപ്പിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, ഒട്ടകപ്പുറത്തിരുന്ന് പോകുമ്പോൾ അന്യയായ ഒരു സ്ത്രീയെ തിരിഞ്ഞു നോക്കിയപ്പോൾ കഴുത്ത് പിടിച്ചുകൊണ്ട് തിരിച്ചവനാണ് പ്രവാചകൻ. ആ രൂപത്തിൽ ഓരോ സന്ദർഭത്തിലും നൽകേണ്ട ശിക്ഷണങ്ങൾ അതുപോലെ നൽകാൻ പിതാവ് കൂടെ വേണം, മാതാവ് കൂടെ വേണം. ആ ഗൗരവത്തോടുകൂടെ കുട്ടിയെ വളർത്തിയാൽ മാത്രമേ ആ കുട്ടി യഥാർത്ഥമായ ഒരു അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. പ്രവാചകൻ പറഞ്ഞു, അൽസമു ഔലാദക്കും, നിങ്ങളുടെ കുട്ടികളോടൊപ്പം നിങ്ങൾ എപ്പോഴും ഉണ്ടാകണം. വഅഹ്സിനു അദബഹും, അവരുടെ സംസ്കാരത്തെ നിങ്ങൾ നന്നാക്കുകയും വേണം എന്ന് പ്രവാചകൻ പറഞ്ഞു. സഹോദരങ്ങളെ, എപ്പോഴും നമ്മുടെ കുട്ടികളെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടും അവരവസ്ഥകളെ കുറിച്ച് പഠിച്ചുകൊണ്ടും അവർക്ക് തർബിയത്ത് നൽകാൻ നമുക്ക് സാധിക്കണമെന്നാണ്. അതേപോലെ തന്നെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ യഥാർത്ഥമായ അവസ്ഥകളിൽ നിന്ന് അവന്റെ മനസ്സിനെ മാറ്റിക്കളയുന്ന ഒരു പെരുമാറ്റവും നമ്മുടെ ഉണ്ടാവാൻ പറ്റില്ല. പ്രവാചകൻ തിരുമേനി അത്തരം കാര്യങ്ങളെ ഗൗരവത്തോടുകൂടെ കണ്ടു. സഹോദരങ്ങളെ, ഒന്നിലധികം കുട്ടികളുള്ള ആളുകൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്കിടയിലുള്ള നീതി എന്ന് പറഞ്ഞാൽ. ഒരു കുട്ടിയെ പ്രത്യേകം സ്നേഹിക്കുകയും ഒരു കുട്ടിയോട് ഒരു സ്നേഹക്കുറവ് കാണിക്കുന്നതായി അനുഭവപ്പെട്ടാൽ അത് കുട്ടികളുടെ മനസ്സിനെ അങ്ങേയറ്റം വേദനിപ്പിക്കുമെന്ന് പ്രവാചകൻ തിരുമേനി പഠിപ്പിക്കുന്നു. ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ അന്തരം, ഒന്നാമത്തെ കുട്ടികൾക്ക് ഒരു പ്രത്യേക സ്നേഹം, അതൊക്കെ സഹോദരങ്ങൾ ഏറ്റവും അപകടകരമായ അവസ്ഥയുണ്ടാകും. പ്രവാചകൻ തിരുമേനി അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, പ്രവാചകനെ, ഇന്നി നഹൽതു ഇബ്നി ഹാദാ ഗുലാമൻ മാകാനലി, പ്രവാചകരെ, എൻ്റെ അടുക്കലുണ്ടായിരുന്ന ഒരു അടിമനെ ഞാൻ എൻ്റെ ഈ മകൻ ഒരു ഇഷ്ടദാനമായിട്ട് എൻ്റെ ഈ കുട്ടിക്ക് എൻ്റെ ഒരു അടിമയെ ഞാൻ കൊടുത്തു. അടിമ അന്നത്തെ പ്രധാനപ്പെട്ട സമ്പത്താണ്. അപ്പൊ നബി ചോദിച്ചു, അകുല്ല വലദിക നഹൽതഹു മിത്ല ഹാദാ, നീ നിന്റെ ഒരു കുട്ടിക്കൊരു അടിമയെ കൊടുത്തു, അതേമാതിരി എല്ലാ കുട്ടികൾക്കും കൊടുത്തു എന്ന് പ്രവാചകൻ ചോദിച്ചു.
വഖാല, അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞില്ല, ഇല്ല പ്രവാചകരെ. ഫഖാല റസൂലുള്ളാഹ്, പ്രവാചകൻ പറഞ്ഞു, ഫഅർജിഉഹു, നീ കൊടുത്ത ആ അടിമയെ നീ തിരിച്ചു വാങ്ങിക്കുക. കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ അടിമനെ നീ തിരിച്ചു വാങ്ങിക്കോന്നാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നൊരിക്കൽ പറഞ്ഞു, ഇത്തഖുല്ലാഹ വഅ്ദിലൂ ഫീ ഔലാദിക്കും, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ എന്ത് ചെയ്യണം, നീതി പാലിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞു. പ്രവാചകൻ ഒരിക്കൽ ഈ മനുഷ്യനോട് തന്നെ പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാൻ പറ്റും, ഫലാ തുഷ്ഹിദ്നി ഇദൻ ഫഇന്നി ലാ അഷ്ഹദു അലാ ജൗർ, നീ അങ്ങനെ അനീതി കാണിച്ചു എന്നത് എന്നോട് വന്ന് പറഞ്ഞ് എന്നെയും കൂടെ ആ തെറ്റിൽ സാക്ഷിയാക്കരുത് സുഹൃത്തേ എന്ന് പ്രവാചകൻ അയാളോട് പ്രതികരിച്ചു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഒരിക്കൽ പോലും ഒരു അനീതി വരാതിരിക്കാൻ ഇപ്പോഴൊക്കെ ചില രക്ഷിതാക്കന്മാർ ചെയ്യേണ്ടതാണ്. പ്രായമായ ആൾക്കാരൊക്കെ എന്തായാലും മരിക്കുന്നതിന് മുമ്പ് തന്നെ അനന്തരാവകാശ സ്വത്തുകൾ ഓഹരി വെക്കെന്തിനാ, ഇഷ്ടപ്പെട്ട മകന് പ്രധാനപ്പെട്ട സമ്പത്തൊക്കെ പറഞ്ഞു വെച്ച് പെൺകുട്ടികൾക്കൊക്കെ എന്തൊക്കെ അല്ലറ ചിലർ അരേക്കര ഒരേക്കരയൊക്കെ കൊടുത്ത് പിരിച്ചുവിട്ട് തൻ്റെ മക്കൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി അനന്തരാവ് എന്തിന് സഹോദരങ്ങളെ മരിച്ച് അള്ളാനെ കണ്ടുമുട്ടാൻ സമയത്ത് വെറുതെ അക്രമവും അനീതിയും ചെയ്തുകൊണ്ട് എന്തിനാ അള്ളാനെ കണ്ടുമുട്ടണം? ഒരിക്കൽ പോലും ഒരു വാക്കിലോ പ്രവൃത്തിയിലോ നമ്മുടെ കുട്ടികൾക്ക് അനീതി വരാൻ, അങ്ങനെ അനീതിയുടെ ഒരു അനുഭവം ഒരു കുട്ടിയുടെ മനസ്സിൽ ഒരു മുറിവുണ്ടാക്കി ആ മുറിവ് ഒരു പ്രതികാരമായി വരാം, അവന്റെ സ്വഭാവത്തെയും നമ്മളുമായുള്ള ബന്ധത്തെയും തകർത്തെറിയാൻ ആ ഒരു ചെറിയ അവസ്ഥ മതിയാവുന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ഗൗരവത്തോടുകൂടെ ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള കാര്യം തന്നെ. അതേപോലെ സഹോദരങ്ങൾ, ഏറ്റവും പ്രധാനം എന്താണ്, രക്ഷിതാക്കന്മാർക്കൊക്കെ സ്നേഹം ഉണ്ടാവും, വാപ്പക്ക് നല്ല സ്നേഹം ഉണ്ടാവും കുട്ടികളോട്, ഉമ്മക്ക് നല്ല സ്നേഹം ഉണ്ടാവും, പക്ഷെ അത് പ്രകടിപ്പിക്കലുണ്ടാവും. സ്നേഹം മനസ്സിലുണ്ടാവും, ഭയങ്കരമായ സ്നേഹമുണ്ട്, പക്ഷെ കുട്ടിക്ക് ഇതുവരെ അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല. ആ ഒരവസ്ഥ നമ്മൾ എന്തായാലും ഒഴിവാക്കണം. എന്ന് പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയണം. എല്ലാവരും കേട്ട ഒരു ഹദീസായിരിക്കും, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ ഖബ്ബല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, അലി തന്റെ പേരക്കുട്ടിയായ ഹസനെ പ്രവാചകൻ ഇങ്ങനെ ഉമ്മ വെക്കുകയാണ്. വഇൻദഹു, പ്രവാചകന്റെ അടുക്കൽ ഒരു സഹാബി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ആ സഹാബി പറഞ്ഞു, ഇന്നലി അശറത്തം മിനൽ വലദ്, പ്രവാചകരെ എനിക്ക് 10 കുട്ടികളുണ്ട്, മാ ഖബ്ബൽതു മിൻഹും അഹദ, ഞാൻ അതിൽ ഒരാളെയും ഇന്നേ വരെ ഉമ്മ വെച്ചിട്ടില്ല. ഫനളറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി അദ്ദേഹത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മൻ ലാ യർഹം ലാ യുർഹം, കരുണ കാണിക്കാത്തവനോട് കരുണ കാണിക്കപ്പെടുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. സഹോദരങ്ങളെ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉമ്മ വെച്ചും താലോലിച്ചും സ്നേഹിച്ചും തന്നെ നമുക്കത് കാണിച്ചു കൊടുക്കാൻ പാടില്ല. മക്കളോട് നല്ല വേറെ ആളോട് സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് പറയണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാനാകണം. നമ്മുടെ കുട്ടികളോട് സംസാരിച്ചും സ്നേഹിച്ചും ഉമ്മ വെച്ചും താലോലിച്ചും തോളിൽ പിടിച്ചും മടിയിൽ വെച്ചൊക്കെ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാൽ തന്നെ സ്നേഹമുണ്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ സഹോദരങ്ങൾ, ഏറ്റവും പ്രയാസകരമായൊരു ചുറ്റുപാടാണ് നമ്മുടെ സ്ത്രീകളോടുള്ള, പെൺകുട്ടികളോടുള്ള ഒരു അവഗണന. സത്യത്തിൽ ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ്. കാലം എത്ര പുരോഗമിച്ചിട്ടല്ല, നമുക്കൊക്കെ ശരിക്കും അനുഭവമുള്ള കാര്യം. ഇപ്പൊ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ പ്രസവം കഴിഞ്ഞിട്ട് ഫോൺ ബൂത്തിൽ വന്ന് പ്രസവ വാർത്ത മറ്റുള്ളവർക്ക് അറിയിക്കുന്ന ആളുകൾ ഫോൺ ചെയ്യുമ്പോൾ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ പറയും പ്രസവം കഴിഞ്ഞിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല, കുട്ടി ആൺകുട്ടിയാണെന്ന് പറയും. പെൺകുട്ടിയാണെങ്കിൽ പ്രസവിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രമേ പറയൂ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, പ്രസവിച്ച കുട്ടി ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്ന് പറയുന്നോടത്ത് പോലും എന്തിനേറെ പറയണം, പ്രസവിച്ച കുട്ടി പെണ്ണാണെന്നറിയുമ്പോൾ 9 മാസം ഗർഭം ചുമന്ന് മരണതുല്യമായ പ്രസവവേദന അനുഭവിച്ച മാതാവിന്റെ മുഖത്ത് പോലും ഭാവമാറ്റം സൃഷ്ടിക്കപ്പെടുന്നുവെങ്കിൽ സഹോദരങ്ങളെ, സ്ത്രീകളോട് സൃഷ്ടിക്കപ്പെട്ട അവഗണന എത്രമാത്രമാണെന്ന് ഞാൻ ചിന്തിച്ചു കാണുന്നു. പരലോകത്തിന്റെ ഗുണം വെച്ച് നോക്കിയാലും ദുനിയാവിന്റെ ഗുണം വെച്ച് നോക്കിയാലും ഈ പെൺകുട്ടികളോട് ഇത്ര അവഗണന ആവശ്യമുണ്ട്. ദുനിയാവിന്റെ കാര്യം നോക്കൂ നിങ്ങൾ, മൻഫലൂത്തി പറഞ്ഞ പോലെ മിൻ സുറഹത്തിൽ വളയില അന്നത്തിന്റെ സേനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രസവത്തിന്റെ അട്ടഹാസം മുതൽ മരണത്തിന്റെ തേങ്ങൽ വരെ ആണുങ്ങളോട് പറയാണ് നിങ്ങളപ്പോ ഒരു പെണ്ണാണ്ടാവുക എന്നാണ്. സഹോദരങ്ങളെ, പ്രസവിച്ചപ്പോൾ നമ്മൾ ആദ്യം ചെന്നുപെട്ട കൈ ഒരു പെണ്ണിന്റെ കയ്യിലാണ്, അത് നമ്മുടെ ഉമ്മയായിരുന്നു അല്ലെ. അത് കഴിഞ്ഞ് യുവത്വത്തിന്റെ ഏറ്റവും പരീക്ഷണാത്മകമായ നാളുകളിൽ സമാധാനത്തോടുകൂടെ നമുക്ക് ശാന്തിയായി വർഷിച്ചത് നമ്മുടെ ഭാര്യയാണ്, അതൊരു പെണ്ണാണ്. വാർദ്ധക്യത്തിന്റെ വേളകളിൽ നമ്മുടെ ആൺമക്കളല്ല, നമ്മുടെ മരണത്തിന്റെ കട്ടിലുകളിൽ വെള്ളം തൊട്ടുതന്ന് തലോടിച്ച് മലമൂത്ര വിസർജനങ്ങൾ വിത്തിയാക്കി നമ്മളോടൊപ്പമുള്ളത് നമ്മുടെ മകളാണ്, പെൺകുട്ടിയാണ്. അതായത് പ്രസവത്തിന്റെ അട്ടഹാസം മുതൽ മരണത്തിന്റെ തേങ്ങൽ വരെ പെണ്ണാണ്. പിന്നെ എന്തിനാ ഈ പെണ്ണിനെ അവഗണിക്കുന്ന സഹോദരങ്ങൾ?
പിന്നെ ആളുകൾ സൃഷ്ടിച്ച ഒരു ഭീകരത മാത്രം. സത്യത്തിൽ ദീനും ചിട്ടയും അതേപോലെ തന്നെ സൽസ്വഭാവമുള്ള പെൺകുട്ടികളെ തേടി നടക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാടുകളിൽ രക്ഷിതാക്കന്മാർ പെരിപ്പിച്ചു പറയുന്ന അത്രേ ആശങ്കകൾക്കൊന്നും വകയില്ല. ഭാവിയിൽ പെൺകുട്ടികൾ എങ്ങനെ കല്യാണം കഴിഞ്ഞു പോകുന്ന സഹോദരങ്ങളെ നല്ല സാഹചര്യം വന്നാൽ കെട്ടിച്ചു കൊടുക്കുക, അത്രേ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഹറാമായ വഴിക്കൊന്നും കുട്ടികളെ കെട്ടിച്ചു കൊടുക്കണം എന്ന് ആരും നിർബന്ധിക്കുന്നില്ല. നല്ല തെർബിയത്തും നല്ല തസ്കിയത്തും കൊടുത്ത് നല്ല സ്വഭാവവും നല്ല മഹിമയുമുള്ള പെൺകുട്ടികൾ, അവരെ അള്ളാഹു തവക്കുലാക്കി വളർത്തുന്നവരെ തേടിയെത്തും. അതിൻ്റെ ആളുകൾ നല്ല സ്വഭാവമുള്ള കുട്ടികളെ അന്വേഷിച്ച് കണ്ടെത്താതെ അവിഹിതരായി കഴിയുന്ന ചെറുപ്പക്കാർ നമ്മുടെ നാടുകളിൽ ഉണ്ടെന്ന കാര്യം ഒരു വാസ്തവം മാത്രമാണ്. അപ്പോൾ വേദനിക്കാതെ, ഇതിന്റെ വേദന എവിടെ വരിക നിങ്ങൾ പലപ്പോഴും SLC ആവുമ്പോഴേക്കും കുട്ടികളെ പറ്റി നെടുവീർപ്പായി. ഈ നെടുവീർപ്പുകൾ കേട്ട് 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 മനോവേദനയോടുകൂടിയാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. എത്രയെത്ര പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. നമുക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കേട്ടതെന്താ വെച്ചാൽ, രാത്രി ഉമ്മയും വാപ്പയും ഇവരുടെ വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് വിഷമിച്ച് ഉറക്കമില്ലാതെ നെടുവീർപ്പിടുന്നതാണ്. അവസാനം അവൾ ചിന്തിച്ചു, നിന്റെ വാപ്പയും എന്നെ ആലോചിച്ച് അടങ്ങാറാകണ്ടെന്ന് ചിന്തിച്ചു തൊട്ടപ്പുറത്തെ പുഴയിൽ പോയി രാത്രി 1 മണിക്ക് പുറത്തിറങ്ങി പോവുകയാണ് ചാടി. തന്നെ ഉണ്ടായത്. സഹോദരങ്ങൾ, എന്തിന് ഈ വേവലാതികളും അവശതകളും പറഞ്ഞ് ഈ കുട്ടികളെ മനോവേദനപ്പെടുത്തണം? അവർക്ക് ധൈര്യം നൽകുക, നന്നായി ജീവിക്കുവാനും ജീവിതത്തിന്റെ നല്ല ഭാവിയെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ തന്നെ ധൈര്യമുള്ളവരായി അവലംബിക്കുക. പലപ്പോഴും പെൺകുട്ടികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഒരു വശത്ത്, സഹോദരങ്ങളെ അവിവാഹിതരായി കഴിഞ്ഞുകൂടുന്ന പെങ്ങന്മാരോടും അതേപോലെ തന്നെ സഹോദരിമാരോടുമൊക്കെ പെരുമാറുന്ന പെരുമാറ്റങ്ങളിൽ വീടുകളിൽ നിന്ന് അനുഭവപ്പെടുന്ന പീഡനങ്ങളും മറുവശത്ത്. ഏതായിരുന്നാലും സ്നേഹത്തോടുകൂടെ പരിചരിക്കുവാൻ ഒരു പെണ്ണെന്ന വിവേചനത്തിന് മകളായിരുന്നാലും പെങ്ങളായിരുന്നാലും ഭാര്യയായിരുന്നാലും അതിനെ വിധേയമാകാത്ത രൂപത്തിൽ സംരക്ഷിക്കുവാൻ നമ്മൾ ഓരോരുത്തരും സഹോദരങ്ങളെ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി പരലോകത്ത് ഗുണം നോക്കൂ. നിങ്ങളൊരു പെൺകുട്ടിയെ കുറിച്ച് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ തുദ്രികു ഇൻദഹു ഇബ്നതാൻ, ഒരൊറ്റ മുസ്ലിമും തന്നെയില്ല അവന്റെ അടുക്കൽ 2 പെൺകുട്ടികളുണ്ട്. ഫയുഹ്സിനു സുഹ്ബതഹുമാ ഇല്ലാ അദ്ഖലതാഹുൽ ജന്ന, അവരോട് നല്ല സഹവാസത്തോടുകൂടെ പെരുമാറുന്നവർ എന്തായിരുന്നാലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, മൻ ആല തലാസ ബനാത്തിൻ ഔ തലാസ അഖവാത്തിൻ വജബത് ലഹുൽ ജന്ന. നോക്കൂ നിങ്ങൾ, 3 പെൺകുട്ടികളെ അല്ലെങ്കിൽ 3 സഹോദരിമാരെ നേരെ സംരക്ഷിച്ചു വളർത്തിയ ആൾക്ക് വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി. ഇത്രയും വലിയ വാഗ്ദാനങ്ങൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെൺകുട്ടികളെ പോറ്റി വളർത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 3 പെങ്ങന്മാരെ വളർത്തിയാലും സ്വർഗമാണെന്നാണ് പ്രവാചകൻ തിരുമേനി പറഞ്ഞത്. സഹോദരങ്ങളെ, അതുകൊണ്ട് എനിക്ക് ഊന്നി പറയാനുള്ളത്, മാതാപിതാക്കളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ഹുമാ ജന്നത്തുക വനാറുക. ഒരുത്തം വന്ന് വാപ്പനെയും ഉമ്മനെയും പറ്റി ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ അയാളോട് പറഞ്ഞ മറുപടി, അവർ 2 പേരും നിന്റെ സ്വർഗമാണ് നരകമാണ് എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി സ്വർഗത്തിൽ പോണതും നരകത്തിൽ പോണതും വാപ്പയും ഉമ്മയും അവനെ വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന്റെ കോലത്തിലാണെന്ന്. അപ്പോൾ മക്കളോട് മക്കളുടെ ഭാവി എല്ലാ ഇഹത്തിലും പരത്തിലും അവരുടെ ഭാവി നല്ലതാകുന്ന രൂപത്തിൽ വളർത്താൻ ശ്രമിക്കാം. സഹോദരങ്ങളെ, ഏറ്റവും മിനിമം നമ്മുടെ കുട്ടികൾ പരലോകത്ത് നമുക്കെതിരെ സാക്ഷി പറയാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്കെതിരെ സാക്ഷി പറയാതിരിക്കാൻ നോക്ക്. നിങ്ങൾ അതിയായ വേദനയോടുകൂടെ പടച്ച തമ്പുരാനോട് രക്ഷ തേടുന്ന ഒരു മകനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതായത് കുട്ടികളെ ചെറുപ്പത്തിൽ വളർത്തേണ്ട രൂപത്തിൽ വളർത്താതെ അവസാനം എന്താണെന്ന് നിങ്ങൾ വാർദ്ധക്യം വരുന്ന സമയത്തുള്ള അവസ്ഥയാണ്. വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫിൻ ലകുമാ അതഅദാനി അൻ നുഖ്റജ് വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി. നോക്ക് നിങ്ങൾ, എന്താണ് ആ വാക്ക്? എവിടെ വെച്ചാണ് ആ വാക്കൊക്കെ ഒതുക്കുക? മാതാപിതാക്കളോട് പറയണം, നിങ്ങൾക്ക് നാശം, നമ്മളെ പേടിപ്പിക്കുകയാണെന്ന് ചോദിക്കണം. മരിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് വരും, ഖിയാമത്ത് നാളുണ്ട്, സ്വർഗുണ്ട്, നരകെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോത്താമ്പി കാണിച്ച് നമ്മളെ പേടിപ്പിക്കുകയാണോ എന്നാ ചോദിക്കുന്നത്. വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി, എനിക്ക് മുമ്പ് എത്രയോ തലമുറകളും എത്രയോ നൂറ്റാണ്ടുകളും കഴിഞ്ഞു കടന്നുപോയി. അവരൊക്കെ മരിച്ച് മണ്ണിൽ കിടക്കുന്നു, അവരാരും എഴുന്നേറ്റ് പുറത്തു വന്നിട്ടില്ലല്ലോ, പിന്നെ ഞാൻ മാത്രം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണ്. അങ്ങനെ നിഷേധത്തിന്റെ വാക്ക് കേട്ട് സഹിക്കവയ്യാതെ ആ മാതാപിതാക്കൾ നെഞ്ചിടറിക്കൊണ്ട് അള്ളാഹിനോട് പറയാണ്,
അള്ളാഹുവോട് സഹായം ചോദിച്ചുകൊണ്ട് ആ മാതാപിതാക്കൾ പറഞ്ഞു, നിനക്ക് നാശം, നീ വിശ്വസിക്കുക മകനെ, പടച്ച തമ്പുരാന്റെ വാഗ്ദാനം സത്യമായി പുലരും, നരകവും സ്വർഗവും അതിന്റെ സമയമാകുമ്പോൾ സമാഗതമാകും. ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ. അവൻ പറഞ്ഞു, ഇതൊക്കെ പഴയ കാലം മുതൽ പറഞ്ഞു വന്ന കെട്ടുകഥകളല്ലാതെ ഇതിലൊന്നും യാഥാർത്ഥ്യമില്ലാന്ന്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നമുക്കെതിരെ സാക്ഷി പറയാതിരിക്കട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ പടച്ചോനെ ഇങ്ങനത്തെ ഒരു കാര്യം അതിന്റെ ഗൗരവത്തോടുകൂടെ എനിക്ക് എൻ്റെ വാപ്പൻ്റെയും ഉമ്മൻ്റെയും മനസ്സിലാക്കാൻ പറ്റിയില്ല പടച്ചോനെ എന്ന് പറഞ്ഞ് നാളെ നമ്മുടെ മക്കൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു രംഗം ഭയാനകമാണ് സഹോദരങ്ങൾ. അത് വരാതിരിക്കാൻ നമ്മൾ ഏതായിരുന്നാലും ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണമെന്നാണ്. മക്കൾ പരലോകത്ത് വെച്ച് നമുക്കെതിരെ സാക്ഷി പറയാതിരിക്കാൻ സഹോദരങ്ങളെ, അവർക്ക് ദീന് പഠിക്കാൻ അവസരം കൊടുക്കുക, അവരെ കൂടെ നിന്ന് പരിചരിക്കാം, അവരുടെ സ്വഭാവം നമ്മൾ രൂപീകരിക്കാം, അവർക്ക് നമ്മുടെ സ്വഭാവങ്ങൾ ലഭിക്കാൻ, നമ്മുടെ സംസ്കാരങ്ങൾ ലഭിക്കാൻ, നമ്മുടെ വിശ്വാസവും നമ്മുടെ മതപരമായ പാരമ്പര്യവും ലഭിക്കാൻ നമ്മൾ ഓരോരുത്തരും ഉത്സാഹിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങൾ മനസ്സിലാക്കണം, ഗൗരവത്തോടെ നിങ്ങൾ ഉൾക്കൊള്ളണം എന്ന് അല്ലാഹു പറയാണ്. അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. പടച്ചോൻ പരീക്ഷിക്കാൻ വേണ്ടി തരുന്നതാണ് സഹോദരങ്ങളെ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും, നല്ല ഉയർന്ന മക്കളെയും ബുദ്ധിയുള്ള മക്കളെയും ബുദ്ധിയില്ലാത്ത മക്കളെയൊക്കെ. മക്കളാണ് എല്ലാം വിചാരിക്കണം. പടച്ചോന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്, പടച്ചോന്റെ അടുക്കൽ ഒരു വലിയ കൂലി കിട്ടാണ്ട്. ആ കൂലി കിട്ടുന്നതിന്റെ പരീക്ഷണമാണ് മക്കളെന്ന് പറഞ്ഞാൽ. ആ മക്കളുടെ വരയിൽ പെട്ടുപോയി നമ്മൾ എന്താവാതിരിക്കുക, നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്താതിരിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. ബേജാറാകണ്ടെന്നാണ്. നിങ്ങൾ പടച്ചവനെ സൂക്ഷിക്കുകയാണെങ്കിൽ സത്യവിശ്വാസികളെ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പ വഴികൾ കാണിച്ചു തരും. വയുകഫിർ അൻകും സയ്യിആതികും. നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ പാപങ്ങളെ പുറത്തു തരും. വയഗ്ഫിർ ലക്കും. അവൻ നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ദുൽ ഫളിൽ അദീം. അള്ളാഹു മഹത്തായ ഔദാര്യത്തിന്റെ ഉടമസ്ഥനാണ്. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ബാധ്യതകളെ ഏതൊരു സാഹചര്യത്തിലും മറക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ മതപരമായ കാര്യങ്ങൾക്ക് ഗൗരവം കൊടുക്കുക. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് നമ്മളിൽ നിന്നും വിശുദ്ധ ഖുർആനിനോ പ്രവാചക ചര്യക്കോ ദീനിനോ അതിൻ്റെ ഒരു ഗൗരവം ലഭിക്കാതെ പോകുന്നുണ്ട്. മദ്രസയിൽ അതിൽ ലീവാക്കിയാൽ പ്രശ്നമല്ല, സ്കൂള് കൃത്യം മുടങ്ങാതെ പോകണം. അങ്ങനെ തന്നെയാണെങ്കിലും സഹോദരങ്ങളെ, കുട്ടികളോട് എന്തിനത് പറയണം? വേഷങ്ങളും വിധാനങ്ങളിലും ഒക്കെ ഗൗരവത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ട നാവുകളിൽ നിന്നും നിസ്സാരവൽക്കരിച്ച് കേൾക്കുന്ന ഒരവസ്ഥ ഭയാനകമാണ്. അടുത്ത ഭാവിയിൽ സഹോദരങ്ങളെ, എന്ത് സാഹചര്യങ്ങളിലും നമ്മുടെ കുട്ടികൾ ഏത് തിന്മയിൽക്കിടയിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു മനക്കരുത്ത് വിശ്വാസത്തിലൂടെ മാത്രമേ ആർജിക്കാൻ പറ്റൂ. അതുകൊണ്ട് നാളെ പരലോകത്തുള്ള ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ കുറിച്ച് അവർക്ക് ബോധ്യം വരട്ടെ. രാത്രി ഉറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കുന്നത് പോലെ ഖിയാമത്ത് നാളിൽ വരുമെന്ന് നമ്മുടെ കുട്ടികളെ മനസ്സുകളെ പഠിപ്പിക്കുവാൻ, താഴ്വാരത്ത് നദികൾ ഒഴുകുന്ന സ്വർഗത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഭയാനകമായ നരകത്തെക്കുറിച്ചും അവർക്ക് പഠിപ്പിക്കാൻ കഴിയണം. അത് നമ്മുടെ വാക്കുകളിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ആർക്കും മനസ്സിലാകും. അൻഹാറും മിൻ ഖംറിൻ അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തുഅമുഹു. അവിടെ പാലിന്റെ പുഴകളുണ്ട്, രുചി വ്യത്യാസം വരാത്ത പാലിന്റെ പുഴകൾ. വാസലി മുസഫ, തേനിന്റെ നദികളുണ്ട്, ലം യതഗയ്യർ തെളിഞ്ഞ. അതേപോലെ തന്നെ വൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, നല്ല തെളിഞ്ഞ ഉറവകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സഹോദരങ്ങളെ, അതൊക്കെ ആർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ്, കുട്ടികൾക്കൊക്കെ മനസ്സിലാകും. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവരെ നമ്മൾ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തുക. അല്പം ചൂടോടുകൂടെ തീയിൽ നിൽപ്പം ചൂട് തട്ടുമ്പോൾ നരകത്തെ അവർക്ക് ഓർമ്മ വരട്ടെ. സുന്ദരമായൊരു പ്രകൃതിദൃശ്യം വരുമ്പോൾ സ്വർഗത്തെ അവർക്ക് ഓർമ്മ വരട്ടെ. ആ രൂപത്തിൽ ചിട്ടയോടുകൂടെ ചെറുപ്പത്തിലെ നമ്മുടെ കുട്ടികളെ വളർത്തുക. അങ്ങനെയുള്ള കുട്ടികൾ സഹോദരങ്ങൾ ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടും, പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടും. ദീനില്ലാതെ മക്കളെ ഭൗതിക രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നവർ ഒരു കാലത്ത് ആലോചിക്കുക, വയസ്സായ മാതാവും പിതാവും ഞങ്ങൾക്കൊരു ശല്യമാകുന്നല്ലോ എന്ന് വിചാരിച്ച് നമ്മളെ ഒരു മൂലയിൽ കുടിയിരുത്തുന്ന മകനെയും മരുമകളെയും പേരക്കുട്ടികളെയും ആകും ദീനില്ലാത്ത മാതാപിതാക്കൾക്ക്
ഭാവിയിൽ അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ മക്കളെ ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടാൻ അവർക്ക് ദീനിയായ ഒരു മാനസികാവസ്ഥ കൂടെ നൽകുക. അങ്ങനെ നമ്മുടെ മക്കളെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കടമകളും കർത്തവ്യങ്ങളും നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ ഞങ്ങളുടെ ഭാര്യാസന്താനങ്ങളിൽ നിന്ന് കുടുംബങ്ങൾ നിങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലിൽ അഹ്യാഇ മിൻകും വൽ അംവാത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.